ഇപ്പൊ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാതെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇറാനിൽ നടക്കുന്ന കലാപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പല പല സ്ഥലത്ത് പല പല സമയങ്ങളിലായിട്ട് ഈ ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാവുകയും അവിടെയുള്ള സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഭരണകൂടങ്ങളെ മറിച്ചിടുകയും അതിനുശേഷം ഒരു എന്താണ് ഒപ്പോസിഷൻ കറന്റ്ലി അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിന് എന്താണ് ഒപ്പോസിഷൻ ആയിട്ടുണ്ടായിരുന്നത് അവരെ ഭരണത്തിൽ കൊണ്ടുവരികയും ഇങ്ങനെയൊക്കെ ചെയ്ത് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളിൽ കൂടി ഈ വൻകിട മുതലാളിത്ത ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പലതരത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അതില് നമ്മളിപ്പോ അടുത്തിടെ കണ്ടതാണ് ഇപ്പൊ വെനിസ്വേലയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പറയും മദുരോ ഒരു മോശപ്പെട്ട ഭരണാധികാരിയായിരുന്നു, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ അയാൾക്ക് ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ഉപരോധത്തെ ഒന്നും മറികടക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത്. അതുകൊണ്ടാണ് വെനിസ്വേല ഇത്രയും വലിയൊരു ഡിപ്പിലേക്ക് പോയത്, ഇപ്പൊ അത് അമേരിക്ക പിടിച്ചെടുത്തത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത്. അതായത് ഇറാനിൽ പലതരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സിമ്പിൾ ആയിട്ടൊരു കാര്യമല്ലേ, നമുക്ക് ആർക്കും സാധനങ്ങളൊന്നും കൊടുക്കാനുള്ള നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല, അപ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ഒരു സാമ്പത്തിക ഉപരോധമുള്ള ഒരു രാജ്യത്ത് സംഭവിക്കാന്നുള്ളത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിടേക്ക് മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല, പ്രത്യേകിച്ച് മെഡിസിൻസ് ഒക്കെ. ഇപ്പോ അടുത്ത് അൽജസീറയിൽ കണ്ട ഒരു ന്യൂസാണ്. അതിലെന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാൻസർ അസുഖം ആ കുട്ടിക്കുണ്ട്. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്നുള്ള മെഡിസിൻ ഇറാന് പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. ഈ സാമ്പത്തിക ഉപരോധം കാരണം ആ ഒരു മെഡിസിൻ ആ കുട്ടിക്ക് ആ അച്ഛന് വാങ്ങി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഇതുകൊണ്ടാണോ നമുക്ക് ഈ ഒരു സാമ്പത്തിക ഉപരോധം നമ്മൾ പേടിക്കേണ്ടത്? ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇത് ഒരാളുടെ കേസാണ്. ഇനി ഇതേപോലെയുള്ള പലതരത്തിൽ, അതായത് ഇപ്പോൾ തൊഴിലിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ തൊഴിൽ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ ജനങ്ങള് ആലോചിക്കുമ്പോൾ ഈ ഒരു ഭരണാധികാരി മൂലമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഭരണാധികാരിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും. ഇതാണ് സാധാരണ ജനങ്ങൾ ആലോചിക്കുകയും സാധാരണ ജനങ്ങൾ പൊതുവിൽ ഒരു ചിന്തിക്കുകയും അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സാധാരണ ജനങ്ങൾ പോവുക. ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ പല രാജ്യങ്ങളിലും ഈ ആഭ്യന്തര കലാപങ്ങളും ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഇനി ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറയാവുന്ന ഒരു കേസാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇങ്ങനെയുള്ള കലാപങ്ങൾ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ഇപ്പോ വെനിസ്വേലയാണ്, രണ്ടാമത് ഇറാനാണ്, പിന്നെ മൂന്നാമത് ഇറാഖ് ഓൾറെഡി ഇറാഖിന്റെ കയ്യിൽ നിന്ന് പോയി. അതിപ്പോ അമേരിക്കയുടെ ഒരു താൽക്കാലിക ഭരണകൂടത്തിന്റെ കീഴിലാണ് ഇറാഖ് ഉള്ളത്. പിന്നെ അഫ്ഗാനിസ്ഥാൻ പിന്നെ അമേരിക്ക അവിടെ തോറ്റു പോകാനാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ അടുത്തിടെ കലാപം ഉണ്ടായിട്ടുള്ള ഈ മ്യാൻമാർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ഇതിനൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നുകിൽ അവിടെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്പോട്ട് ആയിരിക്കും അത്. അല്ല എന്നുണ്ടെങ്കിൽ പരിധിയിൽ കൂടുതൽ അവിടെ ഈ നാണ്യ നിക്ഷേപങ്ങൾ, അതായത് ഇപ്പോ എണ്ണ ആയിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള മിനറൽസ് ആയിരിക്കാം. ഇങ്ങനെ ആധുനികമായിട്ടുള്ള ലോകത്തിനെ നയിക്കാൻ പോകുന്ന ചാലകശക്തിയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കലാപം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നടക്കാവുന്ന കേസാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ. കാരണം നമുക്കൊരു മെസ്സേജ് വരുന്നു, ആ ഒരു മെസ്സേജിന് പുറത്ത് ഇപ്പൊ ജെൻസി കലാപം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഈ അൽഗോരിതം ഷിഫ്റ്റ് സംഭവിക്കുന്നതോടുകൂടി തന്നെ ഒരു രാജ്യം അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇറാന്റെ സ്പെഷ്യൽ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറാനിൽ 2 തരത്തിലുള്ള മനുഷ്യരാണുള്ളത്. ഒന്ന് തദ്ദേശീയരായിട്ട്, അതായത് മതത്തിന്റെയും ആ ഒരു ബോധം നിലനിർത്തി കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യരുണ്ട്. മറ്റുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളോടൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, അവർക്ക് മാനുഷിക പരിഗണന കിട്ടണം, ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് കിട്ടണം എന്നുള്ള ഒരു ബോധമുള്ള ഒരു വർഗവും ആണുള്ളത്. ഈ 2 വർഗവും തമ്മിൽ
പ്രാക്ടിക്കലി ക്ലാഷ് വരാറില്ല. കാരണം ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ 90കളിലൊക്കെ ഫുട്ബോൾ കളി കാണാൻ പോയതുകൊണ്ട് ഒരു കുട്ടിയെ അവര് തൂക്കി കൊന്നിട്ടുണ്ട്. അതേപോലെയുള്ള അത് ഒക്കെ മതത്തിന്റെ ആ ഒരു എന്താ പറയാ, മതം സമൂഹത്തിൽ ഇടപെടുന്നതിന്റെ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഇപ്പോ വെനിസ്വേലയിൽ ഉണ്ടായ ഈ ഒരു ഷിഫ്റ്റും കൂടി ആവുമ്പോൾ ഇറാനിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഞങ്ങൾക്കും ആ ഒരു അവസ്ഥ വരണം, അല്ലെങ്കിൽ ഞങ്ങളും ആ ഒരു അവസ്ഥയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് അവിടെ ആഭ്യന്തര കലാപം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഇപ്പൊ വെനിസ്വേലയിലും ഇറാനിലും സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വെനിസ്വേലയിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്റർനെറ്റ് കട്ടാക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഡൻ അറ്റാക്ക് സംഭവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. വെനിസ്വേലയിലെ അവിടെയുള്ള ഭരണത്തിനെതിരായി നിന്നുകൊണ്ട് ഒരു ഒറ്റ ഫോഴ്സ്ഫുള്ളി ഒരു ഓപ്പറേഷനിൽ കൂടി അമേരിക്ക പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ ഫോഴ്സ്ഫുള്ളി ഉള്ള ഓപ്പറേഷൻ ഇറാനെ സംബന്ധിച്ച് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ല. കാരണം അവരത് ചെയ്ത് കഴിഞ്ഞതാണ്. ഏകദേശം B2 ബോംബേഴ്സ് വരെ ഉപയോഗിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവരെ പൊളിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇനി എന്താന്ന് വെച്ചാൽ ഇറാനുള്ളിൽ നിന്നുകൊണ്ട് ഇറാനെ പൊളിക്കുക അവർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ഈ തരത്തിലുള്ള കലാപങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അതിനെ ഇപ്പോ ഇറാനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവര് ഇന്റർനെറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ആ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ വൈഡ് സ്പ്രെഡ് ഉള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാനും അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവര് ഈ ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതേ ടൈമിൽ തന്നെ അവിടെ സ്റ്റാർലിങ്ക്, അതായത് നമ്മുടെ എക്സിന്റെ ഒക്കെ ഫൗണ്ടർ ആയിട്ടുള്ള എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് പോലെയുള്ള അതായത് ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങൾ, അതിനൂതനമായ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ ഇപ്പൊ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വർക്കിംഗുമാണ്. അതും കൂടി ഇപ്പോ ഇറാൻ ഭരണകൂടം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടന്നിട്ടില്ല. അതിനിടയ്ക്കുന്നതാണ് നമുക്ക് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വലിയ തോതിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ കലാപം തുടങ്ങി ഇപ്പൊ ഏകദേശം 28-30 ദിവസത്തോളം ആയിട്ടുണ്ട്. ഏകദേശം 6000-ത്തിലധികം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മരിച്ചിട്ടുമുണ്ട് അവിടെ. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു രാജ്യം ആ രാജ്യത്തിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കുന്ന ഈ മറ്റുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അവരെയും കൂടി നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടതാണ്. കാരണം ഇന്നിപ്പോ ഓൾറെഡി വെനിസ്വേല കഴിഞ്ഞു, ഇനി രണ്ടാമത് ഇറാനാണ്. ഇറാൻ കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത ടാർഗറ്റ് ചിലപ്പോൾ നമ്മളും ആയിരിക്കാം. അപ്പോ ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം കേട്ടൊഴിവാക്കാനുള്ള സാധനമല്ല. കാരണം ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഒരു തവണ ഒരിടത്ത് സംഭവിച്ച ഒരു കാര്യം നമ്മുടെ ബോധത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ പിന്നെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയാ, അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ചിലപ്പോൾ ഇതായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. അതിന് നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. അപ്പോ ഇപ്പൊ ഇതാണ് സംഭവിക്കുന്ന കാര്യങ്ങൾക്കും ഇപ്പൊ ലോകം സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നാളെ നമുക്കും വന്നേക്കാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ചാനലിലെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.